ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു സ്വീറ്റ്സ് റെസിപ്പിയാണ് കേട്ടോ. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ ബ്രെഡും പാലും വെച്ചിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം പാല് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി പാല് തിളച്ച് വരുമ്പോൾ ഈ ബ്രെഡിനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി തീ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് അടി പിടിക്കാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാക്കണ്ടോ. അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ ഇതിങ്ങനെ തിക്കായിട്ട് പാലൊക്കെ വറ്റി ഇതിങ്ങനെ ഭയങ്കര തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു ബാറ്ററായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഇതങ്ങനെ പരത്തി കൊടുക്കുക. ചൂടാറി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു 4-5 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് നെയ്യ്, ഒരു 3-4 ജസ്റ്റ് ഏലക്കായ ഒന്നും ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കയ്യിൽ ലേശം നെയ്യ് നമ്മളെ കയ്യിൽ തടവിയിട്ട് ചെറിയ ഒന്നില്ലെങ്കിൽ ബോൾസുകളാക്കി എടുക്കാം. പക്ഷെ ഞാനിതാ അങ്ങനെ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കാരണം ബ്രെഡും പാലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതന്നെയല്ലേ. ഇതിങ്ങനെ ആക്കിയതിന് ശേഷം അവിടെ ഫ്രൈ പാൻ വെച്ചത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും അരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടുതലായിട്ട് ഡാർക്ക് കളർ ആകണമെന്നൊന്നുമില്ല. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് വാങ്ങിയെടുക്കാം. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് ഷുഗർ ഇട്ടിട്ട് ഇനി അതിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ച് സിറപ്പിൻ്റെ രൂപത്തിലായപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഒരു 3-4 മണിക്കൂർ ഒന്ന് അതിൽ ഇട്ട് വെച്ചിട്ട് അതിലങ്ങനെ വെക്കണം. എന്നാലാണ് അതിൽ മിക്സായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിതാ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അതിൽ നല്ല മുങ്ങി നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എന്താണ് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ കുട്ടികളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതൊന്നാണ്. അപ്പോൾ മോള് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അവൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ടപ്പോൾ മറ്റവൾക്കും കൂടി ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.